ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നു മുതൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്. 4 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്തൊരു പട്ടണമാണ് കൊലോസ്യ. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനും സഹപ്രവർത്തകനുമായ എപ്പിഫ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ സഭ സ്ഥാപിച്ചതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ള സഭകൾക്ക് ലേഖനങ്ങൾ ഇതുപോലെ കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കൊലോസ്യ സഭയ്ക്ക് വേണ്ടി ആണ് ഈ ലേഖനം എഴുതുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രമേയം ക്രിസ്തുവിൽ എന്നാണെങ്കിൽ കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രമേയം ക്രിസ്തു നിങ്ങളിൽ എന്നുള്ളതാണ്. ഈ കൊലോസ്യരെ സംബന്ധിച്ചോളം അവരുടെ വിശ്വാസത്തെ തകർക്കത്തക്ക വിധം പല പാഷാണ്ഡ ഉപദേശങ്ങൾ, വിശ്വാസ വിപരീതങ്ങൾ, പ്രത്യേകിച്ചും യഹൂദവൽക്കരണക്കാർ മുഖാന്തരം അവിടെ പ്രചരിച്ചു വന്നു. അതായത് യഹൂദ സഭയിൽ പ്രധാനമായി അവർ കരുതിയിരുന്ന വിശുദ്ധ കാലങ്ങൾ, ശാബത്ത്, അമാവാസി, ഉത്സവ ദിവസങ്ങൾ ആദിയായവ ആചരിക്കുകയും ചില ഭക്ഷണപാനീയ വർജനം, അതുപോലെ തന്നെ പരിച്ഛേദന ഏൽക്കുക, മൂപ്പന്മാരുടെ പാരമ്പര്യം ആദിയായവർക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. കൂടാതെ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദൂതന്മാരെ ആരാധിച്ചതുമൂലം സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സായ ക്രിസ്തുവിനെ അവർ അനാദരിക്കുകയും അവർ ചെയ്തു. കൊലോസ്യർ 2:18 നമുക്കിത് കാണാൻ സാധിക്കും. പൗരെന്ന് പറഞ്ഞത് ദൈവത്തെ ആരാധിക്കുവാനുള്ള യോഗ്യത മനുഷ്യനില്ല, അതുകൊണ്ട് ദൂതന്മാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞ് യേശുവിന് ദൈവത്തിന് പകരം ദൂതന്മാരെ ആരാധിക്കുന്ന രീതിയിൽ ആ സമൂഹത്തിലുണ്ടായി. ഇതിനെയാണ് ഖണ്ഡിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത്. ക്രിസ്തുവിനെ ദൈവപുത്രനായി ആരാധിക്കണമെന്നുള്ളതിന് ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാമായ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലീഹ ഇതിൽ കൂടുതലായി എഴുതുന്നത്. ഇപ്പോൾ കൊലോസ്യ ലേഖനം അങ്ങനെ ഉണ്ടായിരുന്ന അക്കാലത്തുണ്ടായ വിശ്വാസ വിരീതത്തിനെതിരായി കൊലോസ്യ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയതാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ ലേഖനത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള 2 തെറ്റായ വാദഗതികളെ പൗലോസ്ലീഹ ഇവിടെ തിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒന്നാമത്തെ വാദം, മനുഷ്യ ശരീരം അതിൽ തന്നെ തിന്മയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി ആത്മീയനായി തീരുമ്പോൾ ശരീരത്തെ മുഴുവനായും അടിച്ചമർത്തുകയും ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പം ശാരീരിക പീഡനത്തിലൂടെ, യോഗയിലൂടെ, ശരീരത്തിൻ്റെ മറ്റ് ശിക്ഷണ രീതികളിലൂടെയൊക്കെ വിശുദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ എല്ലാ മതങ്ങളിലും ഈ ഉപദേശങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാധാന്യമുള്ളത് ആത്മാവിന് മാത്രമാണെന്നും അതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ, ആഗ്രഹങ്ങളെ യഥേഷ്ടം വിഹരിക്കാൻ വിടുന്നതിൽ അപാകതയൊന്നുമില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഒരുപാട് ദുർനടപ്പും ലൈംഗിക കേളികളും പ്രചാരത്തിലായതിൻ്റെ കാരണം ഈ ഉപദേശമാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ പല മതങ്ങളിലും ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് 2 കാഴ്ചപ്പാടുകളും നൂറ്റാണ്ടുകളായി മനുഷ്യർ വെച്ച് പുലർത്തിയിരുന്നതാണ്. ഈ 2 കാഴ്ചപ്പാടുകളിലും ശരീരം അധമമെന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാരണം സർവശക്തനായ ദൈവത്തിന് മനുഷ്യ ശരീരത്തിൽ വന്ന് വസിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ലെന്നും അവനൊരിക്കലും ഭൂമിയിൽ മനുഷ്യനെപ്പോലെ നടന്നിട്ടില്ല എന്നും കൊലോസ്യരിൽ ചില ആളുകൾ വിശ്വസിച്ചു. ഇന്നും യേശുക്രിസ്തു ജഡത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കാത്ത പല ആളുകളുമുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്, പൗലോസ്ലീഹയുടെ ലേഖനത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവമാണ്. എക്കാലവും അങ്ങനെ തന്നെയായിരുന്നു. ഭൂമിയിൽ വന്ന ശേഷവും അവൻ ദൈവമായിരുന്നു. അതോടൊപ്പം അവിടുന്ന് ഒരു പൂർണ്ണ മനുഷ്യനായും തീർന്നു.
ഈ രണ്ട് സത്യങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഈ രണ്ട് സത്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനുള്ള പ്രാധാന്യം മങ്ങിയാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിനും അതേ അളവിൽ വലിയ നഷ്ടം സംഭവിക്കും. യേശുക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. കാരണം ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ക്രൂശിന്മേൽ വഹിച്ചതിനെ ഒഴിവാക്കാൻ കഴിയുകയില്ല. ഇനി രണ്ടാമത്, യേശു നമ്മെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശൻ എന്നാണ് എബ്രായർ 2:17 പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ സാധിക്കത്തില്ല. കാരണം ദൈവം മാത്രമായിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊരിക്കലും അനുഗമിക്കാൻ സാധിക്കത്തില്ലല്ലോ. എന്നാൽ ദൈവമെന്ന നിലയിലുള്ള തൻ്റെ എല്ലാ അവകാശങ്ങളും പദവികളും വിട്ടുകളഞ്ഞ ശേഷമായിരുന്നു യേശു ഭൂമിയിൽ നടന്നത്. നമ്മുടെ മാനുഷികമായ പരിമിതികളോടെ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗമിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം പാപമെന്നത് ശരീരത്തിൽ കാണുന്ന ഒന്നല്ല. നിങ്ങൾക്കൊരു ശരീരമുള്ളത് കൊണ്ടല്ല നിങ്ങൾ പാപം ചെയ്യുന്നത്. യേശുവിന് നമ്മെപ്പോലെയുള്ള ഒരു ശരീരം തന്നെ ഉണ്ടായിരുന്നു. ആ ശരീരം തൻ്റെ അമ്മയിൽ നിന്നായിരുന്നു യേശു തമ്പുരാൻ സ്വീകരിച്ചത്. അപ്പോൾ നമ്മെപ്പോലെ ഒരു ശരീരം ഉണ്ടായിരുന്നതെങ്കിലും ആ ശരീരത്തിൽ പാപമുണ്ടായിരുന്നില്ല. ബോധപൂർവമോ അബോധപൂർവമായ പാപം ജനനം മുതൽ മരണം വരെ അവിടുന്ന് പാപമില്ലാത്തവനായി ജീവിച്ചു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ശരീരമില്ലാത്ത സാത്താൻ പാപപൂർണനുമാണ്. പാപത്തിന് മനുഷ്യ ശരീരവുമായി ബന്ധമില്ലെന്ന് നാം കണ്ടു. പരീക്ഷയോ പ്രലോഭനങ്ങളോ ഉണ്ടാകുമ്പോൾ നാം ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പാപം പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കണോ അതോ വിശുദ്ധിയും ദൈവത്തിൻ്റെ ജീവനും നമ്മളിലൂടെ വെളിപ്പെടുത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇപ്പോൾ പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ ക്രിസ്തുവിൽ വസിച്ചിരുന്നു. ആ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളതാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രധാനമായ പ്രമേയം. 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിന് സകല സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും ഉപരിയായുള്ള ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം താൻ ലേഖനം എഴുതുന്ന സഭകൾക്കൊക്കെയും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. കൊലോസ്യർക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അപ്പം ഇവിടെ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത് മുഴുവൻ സഹോദരങ്ങളുടെ ആത്മീയമായ ആ വളർച്ചയെ പ്രതിയാണ്. അല്ലാതെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ വീടുകൾക്ക് വേണ്ടിയോ വാഹനങ്ങൾക്ക് വേണ്ടിയോ ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയോ ഒന്നും പൗലോസ്ലീഹ ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല. കാരണം അതൊക്കെ വെറും ഭൗതികമാണെന്നും താൽക്കാലികമാണെന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാഹനത്തിലെ യാത്ര താൽക്കാലികമാണ്. അത് കഴിഞ്ഞ് നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും. ആ സ്ഥലമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം, നമ്മുടെ ശരീരം ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അവിടം വരെയുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ളൊരു മാധ്യമമായി മാത്രം നമ്മളതിനെ കാണുകയും നിത്യലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ആയതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് പോഴുവാനില്ല. ആത്മാവാണ് എല്ലാറ്റിനേക്കാൾ വലുതെന്നുള്ള വലിയ ചിന്തയാണ് പൗലോസ്ലീഹ ഇവിടെ നമുക്ക് ഇത് നൽകുന്നത്. അപ്പം യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും ദൈവം തന്നെയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ പുതിയ നിയമ വിശദീകരണമാണ് കൊലോസ്യ ലേഖനം 1:15. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് വെച്ചാൽ അവിടുന്ന് ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ചതായിരുന്നു. സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ആരംഭം അവിടുന്നായിരുന്നു. എല്ലാ സൃഷ്ടികൾക്ക് മുൻപേ അവിടുന്ന് ഉണ്ടായിരുന്നു. അവിടുന്ന് സകലവും സൃഷ്ടിച്ചു എന്നുള്ളത് ആ വലിയ സത്യം അദ്ദേഹം വളരെ ശക്തമായി ഇവിടെ ഊന്നി പറയുന്നുണ്ട്. 1:24 അദ്ദേഹം പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ
സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നുവെന്നാണ്. അതായത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവുള്ളതെന്താണ്? ഒന്നുമില്ല. കാരണം കർത്താവിൽ അതെല്ലാം ക്രൂശിലെല്ലാം നിവർത്തിതമായി എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അപ്പം അതിനോട് ഞാൻ താതാത്മ്യം പ്രാപിക്കുകയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന കഷ്ടം ഞാൻ സഹിക്കാൻ ഞാൻ ഇവിടെ തയ്യാറാവുകയാണ്. അപ്പോൾ കർത്താവ് നമുക്കൊരു മാതൃകയെ, ഒരു കാൽച്ചുവടുകളെ വെച്ചിട്ട് പോയിരിക്കുന്നു. അപ്പം ആയതുപോലെ നമ്മളും ഈ ഭൂമിയിൽ സകല ത്യാഗങ്ങളും സഹിക്കുവാൻ തയ്യാറാകണമെന്നുള്ള ഒരു വലിയ ഉൾക്കാഴ്ച ഈ ലേഖനത്തിലൂടെ നമുക്ക് ഇത് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ കരിമ്പിൻ ജ്യൂസ് നമ്മൾ കുടിക്കാറുണ്ട്. കരിമ്പിൻ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ കരിമ്പ് യന്ത്രച്ചക്കിൽ വെച്ച് ആട്ടിയാണ് അതിൻ്റെ നീരെടുക്കുന്നത്. അപ്പോൾ ആ കരിമ്പ് വെച്ച് കൊടുക്കുമ്പോൾ അത് ചതഞ്ഞരഞ്ഞ് അതിൻ്റെ നീര് പുറത്ത് വരുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, വീണ്ടും വീണ്ടും അത് വീണ്ടും അങ്ങനെ ആ യന്ത്രത്തിനകത്തൂടെ ഇങ്ങനെ കയറ്റി അയക്കും. അവസാനം ആ നീര് വാസ്തവത്തിൽ ഈ കരിമ്പ് ചതഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? ആർക്കോ അതിൻ്റെ നീര് കുടിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കഷ്ടപ്പാടുകളിലൂടെയും ദൈവം നമ്മെ ചതിക്കുന്നു. എന്തിനാണ്? അത് മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്, മധുരമായി തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ യേശുക്രിസ്തു ഈ വലിയ തകർച്ചയിൽ തൻ്റെ സൗരഭ്യം ഇത് പുറത്തു വന്നു. അപ്രകാരം നമ്മിലും ക്രിസ്തുവിൻ്റെ ക്രൂശിന് നമ്മൾ പങ്കുവഹിക്കുമ്പോൾ നമ്മിലൂടെ മറ്റുള്ളവരും അനുഗ്രഹം പ്രാപിക്കുവാൻ കാരണമായി തീരുമെന്നുള്ള വലിയൊരു ചിന്തയാണ് 1-ാം അധ്യായത്തിൽ പൗലോസ് നമുക്ക് നൽകുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുക, പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കൊലോസ്യ ലേഖനത്തിലെ ഓരോ വാക്കുകളും വ്യക്തമായി വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളെ ഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് ആ ക്രൂശിൽ മരിച്ചതും കഷ്ടമനുഭവിച്ചതും നമുക്കൊരു വലിയ മാതൃകയാണ്. ആ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മളും കഷ്ടം സഹിക്കുവാനും ഒക്കെ നമ്മൾ ഇത് തയ്യാറാകുമ്പോൾ ആണ് ക്രിസ്തുവിനെ പോലെ നമുക്കൊരു അനുഗ്രഹമായി ഭൂമിയിൽ മാറാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യാശയോടെ ദൈവാനുഭവത്തോടെ ജീവിപ്പാൻ നമുക്കിടയായി തീരണം. മറ്റുള്ളവർക്ക് നമുക്കൊരു അനുഗ്രഹമായി ഭവിക്കണമെന്നുള്ള വലിയ ചിന്തയാണ് ഈ 1-ാം അധ്യായത്തിലൂടെ പൗലോസ് നമുക്ക് നൽകുന്നത്. ഇത് വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് ഈ 1-ാം അധ്യായം വായിക്കുക, ധ്യാനിക്കുക, പല ആവർത്തി വായിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.